ബാലരാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 3 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ് ഈ സഹപാഠികളുടെ സൗഹൃദം. 1996-97 കാലഘട്ടങ്ങളിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരുടെ സൗഹൃദ കൂട്ടായ്മയാണിത്. 29 വർഷത്തിനു ശേഷം കുട്ടിക്കുസൃതികൾക്കൊപ്പം പഠിച്ചു വളർന്ന സ്കൂൾ മുറ്റത്ത് കുടുംബസമേതം അവർ ഒന്നിച്ചുകൂടി. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ കുട്ടിക്കാല കൂട്ടുകാരെ കണ്ട് പലരും പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. പരസ്പരം സ്നേഹിച്ചും സൗഹൃദം പങ്കിട്ടും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കുട്ടിക്കാല ഓർമ്മകൾ അവർ പങ്കുവച്ചത്. 8 വർഷം മുമ്പ് കൂടെ പഠിച്ച സഹപാഠി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് സഹായിക്കുവാനായി തുടങ്ങിയതാണ് ഈ കൂട്ടായ്മ. അതിനുശേഷം ലക്ഷക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ചാരിറ്റി ആദ്യമായിട്ട് പ്രമോദിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. അന്ന് കാരണം അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന അവനെ സഹായിക്കാൻ വേണ്ടി 2017 ഗ്രൂപ്പ് തുടങ്ങി. ഏതാണ്ട് നമുക്ക് അവനൊരു 2.5 ലക്ഷം രൂപ ആദ്യം സഹായിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഓരോ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളും പുറത്തുള്ളതുമായും ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ കുടുംബാംഗങ്ങൾക്കും അസുഖബാധിതർക്കും ഗ്രൂപ്പിൻ്റെ വകയായിട്ട് നല്ല രീതിയിൽ ചികിത്സാ സഹായം നൽകാൻ സാധിച്ചു. ബാല്യകാല സുഹൃത്തുക്കൾക്കിടയിൽ ഐക്യത്തിൻ്റെ അനുകരണീയ മാതൃക തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ്മേറ്റ് എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. പ്രവീണും മുനീറും ശ്യാംഡിയുടെയുമൊക്കെ കഠിന പ്രയത്നമാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിലെന്നും എല്ലാ കൂട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നു. സ്കൂളിൻ്റെ പടിവാതിൽ വിട്ട് പുറത്തിറങ്ങിയപ്പോഴും ഈ കൂട്ടായ്മയുടെ സൗഹൃദം കൂടിയതേയുള്ളൂ. സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ കാലഘട്ടങ്ങളിൽ ഈ സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനം പലർക്കും പ്രചോദനമാവുകയാണ്. ഒരു നാടിൻ്റെ ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്ന മികവാർന്ന പ്രവർത്തനമാണ് ഇവർ ഇതിനോടകം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഗ്രൂപ്പിൻ്റെ ഇതിൽ 5 റീയൂണിയൻ നടത്തി, ഓണാഘോഷം നടത്തി, ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾ, അങ്ങനെ ഞങ്ങളെ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനിയും ഞങ്ങളത് ചെയ്യും. ആശുപത്രി മുതൽ കല്യാണം വരെയുള്ള ആവശ്യങ്ങൾക്ക് ഇവരുടെ പ്രവർത്തനം പ്രചോദനമാവുകയാണ് പല കൂട്ടുകാർക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്താണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം ഇന്നും മുന്നേറുന്നത്. ഒരാവശ്യം പറയുമ്പോൾ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ചങ്കളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം. ഇന്ന് ഈ കാണുന്ന ഈ കൂട്ടായ്മ കുഞ്ഞുനാളിൽ നമ്മുടെ ഈ മക്കൾ കാണും പോലെ ഞങ്ങളുടെയൊക്കെ വളരെ കുഞ്ഞുനാളിൽ ഓർമ്മ നാൾ മുതൽ ബാലരാമപുരം പൊതുവെ വ്യാവസായിക പട്ടണമാണെന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ ബാലരാമപുരം ബന്ധങ്ങളുടെ പട്ടണമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓണാഘോഷം നടത്തും, ക്രിസ്മസ് ആഘോഷം നടത്തും, അതുപോലെ തന്നെ ഇഫ്താർ നടത്തും. എല്ലാവരുടെ വീട്ടിലും നമ്മൾ ഓരോ കുടുംബാംഗങ്ങളും എല്ലാവരുടെ വീടുകളിലും ഞങ്ങൾ ഓരോരുത്തരും കുടുംബാംഗങ്ങളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി നമ്മുടെ ഈ ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പ് മാറി. പല സ്ഥലങ്ങളിലും സൗഹൃദങ്ങൾക്ക് വിലയില്ലാതെ പോകുമ്പോഴും ഇത്തരം കൂട്ടായ്മകൾ ഒരു നാടിൻ്റെ ഐക്യവും സാഹോദര്യവും വളർത്തുന്ന തരത്തിലാണ്. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ കൂട്ടായ്മയാണ് ബാലരാമപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996-97 ഈ ബാച്ചുകാർ. കൽഹാരപുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി കൂട്ടുകാർക്കിടയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി ചാരിറ്റി പ്രവർത്തനവും, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള ഒട്ടനവധി സേവന പ്രവർത്തനമാണ് ഇതിനോടകം ഈ സുഹൃത്തുക്കൾ നടത്തിയിട്ടുള്ളത്. അധ്യാപകർക്ക് പഴയ വടി തിരിച്ചു കൊടുക്കൂ, അവർ നല്ല കുട്ടികളെ വാർത്തെടുക്കുമെന്ന്. ഈ ഇരിക്കുന്ന അധ്യാപകരൊന്നും ഞങ്ങളെ ഒത്തിരി തല്ലിയിട്ടില്ല, എന്നിരുന്നാലും സ്നേഹവും തല്ലലും എല്ലാം കൊണ്ടാണ്
ഞങ്ങളിൽ എന്തെങ്കിലും നല്ല സ്വഭാവം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് ഈ അധ്യാപകരോടാണ്. അവരുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നമിച്ചുകൊണ്ട് നിർത്തുന്നു. 96-97 കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് പഠിച്ച ഈ കൂട്ടുകാരിൽ ചിലരുടെ മക്കൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അച്ഛൻ്റെ സൗഹൃദം പോലെ മക്കളുടെ സൗഹൃദവും ഇന്ന് നാട്ടിൽ ചർച്ചാ വിഷയമാണ്. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഒട്ടനവധി പേരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. കൂലിപ്പണിക്കാരൻ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥൻ വരെയുള്ള ഈ കൂട്ടായ്മയ്ക്ക് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെയാണ് ഇവരുടെ പ്രവർത്തനം. ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പ് 96-97 ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കഴിഞ്ഞ 1996-97 SLC കഴിഞ്ഞ് ഇറങ്ങിയ ഞങ്ങളുടെ ഗ്രൂപ്പ് ഇത് 2017 സഹപാഠിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ തുടങ്ങുകയും പിന്നെ അതിനെ ഒരു ചാരിറ്റി ഗ്രൂപ്പായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇന്ന് 5ാമത്തെ റീയൂണിയനാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെയും സഹപാഠികളെയും സഹപാഠിയുടെ കുടുംബമൊക്കെയായിട്ട് ഒരു കുടുംബ സംഗമവും റീയൂണിയനുമായിട്ട് ആണ് ഇന്ന് ഞങ്ങൾ കൂടിയത്. അത് നല്ലൊരു വിജയമായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടെത്തിക്കൊണ്ടുവന്ന് അധ്യാപകർക്ക് ആദരവും സംഘടിപ്പിച്ചു. പഴയകാലത്ത് പഠിപ്പിച്ച അധ്യാപകർ എത്തിയതോടെ പലരും അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. പഠിപ്പിച്ച വിദ്യാർത്ഥികളെ കണ്ട അധ്യാപകരും പഴയകാല ഓർമ്മകൾ പങ്കുവച്ച് വാചാലരായി. എല്ലാ അന്ന് പഠിച്ചിരുന്ന കുട്ടികളെയും അധ്യാപകരെയും കാണാനും അവരുമായി സംസാരിക്കാനും ആശയവിനിമയം നടത്താനും എല്ലാം ഉള്ള ഒരു അവസരമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സ്നേഹവും സാഹോദര്യവും എന്ന് നിലനിൽക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാനും നിങ്ങളെപ്പോലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മ മറ്റൊരു സ്കൂളിലും കാണാത്ത ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു 500ഓളം കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴും കുറവാണ്. പലരും പല തിരക്കുകളാണ്. എന്നാലും നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ആശംസകൾ നേരുന്നു. ബാലരാമപുരം സ്കൂളിൽ 15 വർഷവും സേവനമനുഷ്ഠിച്ചു. 25 വർഷം സേവനമനുഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടികളായിട്ട് നല്ല സ്നേഹത്തിൽ പോകുന്നൊരു അധ്യാപകനായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. എല്ലാവരെയും കാണാനും സഹകരിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഈ ഞങ്ങൾ വാർദ്ധക്യത്തിലോട്ട് പോകുന്ന ഈ വയസ്സുകാലത്ത് ഞങ്ങളുടെ വിശേഷങ്ങളൊന്നും അറിയാനല്ല ആഗ്രഹം, നിങ്ങളുടെ എല്ലാ വിശേഷങ്ങൾ അറിയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഭാരവാഹികളോടും മറ്റുള്ളവരോടും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു സൗഹൃദ കൂട്ടായ്മ വേറൊരിടത്തും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ 3 സ്കൂളിലാണ് ഇരുന്നത്. അവിടെയൊന്നും ഞാൻ ഇങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ കണ്ടിട്ടില്ല. ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂട്ടായ്മ മാത്രമല്ല, നിങ്ങൾ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷം. ഈ സൗഹൃദം നിലനിൽക്കട്ടെ, നല്ല നീണ്ട നാൾ നിലനിൽക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്ലാസ്മേറ്റ്സിൻ്റെ ഈ ഗ്രൂപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. സൗഹൃദ കൂട്ടായ്മ അതായത് 96-97 ബാച്ച്, അതായത് ഏകദേശം 28 കൊല്ലം കഴിയും. സാധാരണ ഒരു ഗ്രൂപ്പൊക്കെ രൂപീകരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആവേശം കൊണ്ടൊരു 3-4 കൊല്ലം വളരെ സജീവമായിട്ട് നിൽക്കും. അത് കഴിയുമ്പോൾ അങ്ങ് ഇല്ലാതാകും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. 97 ഇവിടെ നിന്ന് ഈ സ്കൂൾ വിട്ടുവെങ്കിൽ തന്നെയും ആ സൗഹൃദം നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ച് അതിപ്പോഴും നിലനിൽക്കുന്നതെന്ന് മാത്രമല്ല, വളരെ സജീവമായിട്ട് നാട്ടിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്നു. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നീട് നമ്മളെ നാട്ടിലുണ്ടാകുന്ന മിക്കവാറും പ്രശ്നങ്ങളിലൊക്കെ എല്ലാം അതുപോയിട്ട് ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങളതിൽ സജീവമായിട്ട് ഇടപെടുന്ന മാത്രമല്ല, അവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ഈ ഗ്രൂപ്പ് ഒരുപക്ഷെ ഈ സ്കൂളിനൊരു മാതൃകയായിരിക്കും. ഇതേപോലെ സജീവമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഈ സ്കൂളിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾക്ക് ഇനിയും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ഈ ഒരു സൗഹൃദമുണ്ടല്ലോ, ഈ ഒരു സൗഹൃദം ചങ്കോട് ചേർന്ന് നിൽക്കുന്നവനെയാണ് ചങ്ങാതി എന്നും പുതിയ കാലത്ത് ചങ്ക് ബ്രോ എന്നും വിളിക്കുന്നു. ഈ ചങ്ക് ബ്രോകളുടെ സൗഹൃദം അത് തീർച്ചയായും ഒരുപാട് കാലം, ഇനിയും ഒരുപാട് കാലം തുടരും എന്നുള്ളത് അവരുടെ പ്രവൃത്തികൾ നമ്മളോട് വിളിച്ചു പറയുന്നു. വെറുമൊരു സൗഹാർദ്ദം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ കൂട്ടുകാർ ഇടപെട്ടിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് എന്നത് വെറുമൊരു തലക്കെട്ടല്ല, മറിച്ച് ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയാഭിമുഖ്യമുള്ള ഒരു കൂട്ടം മനസ്സുകളുടെ ഏറ്റവും സ്നേഹക്കരുത്ത് നിറഞ്ഞ ഒരു കൂട്ടമാണ്. ഈ കൂട്ടായ്മയ്ക്ക്, ഈ കൂട്ടിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. അഞ്ചാമത് റീയൂണിയനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ബാലരാമപുരത്ത് ക്ലാസ്മേറ്റ്സ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇത്രയും ചാരിറ്റിയും മറ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ സഹായിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നൊരു ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പ് തന്നെ ആയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു വേണ്ടി പ്രയത്നിച്ച എൻ്റെ എല്ലാ ക്ലാസ്മേറ്റ് സുഹൃത്തുക്കൾക്കും എൻ്റെ ഹാർദവമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് കുമാർ, ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അദ്ദേഹം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 93-94 ബാച്ചായിരിക്കും സുരേഷ് അണ്ണൻ എന്നാണ് എൻ്റെ വിശ്വാസം. പുഷ്പം ചൂടി നിൽക്കും രാത്രി. അങ്ങനെ പഴയകാല സൗഹൃദങ്ങൾ ഒന്നുകൂടി പുതുക്കിയായിരുന്നു ഇവരുടെ സ്കൂൾ കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചത്. എല്ലാവിധ ഭാവുകങ്ങളും ഈ കൂട്ടുകാർക്കും കൂട്ടായ്മയ്ക്കും നേരുകയാണ്.